ഫിലിപ്പിയ ലേഖനമാണ് നാം ഈ ദിവസങ്ങൾ ഈ സമയത്ത് ചിന്തിച്ച് പഠിച്ചാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരധ്യായമാണ് ഇതുവരെ നമുക്ക് വാക്യപ്രതി വാക്യ പഠനം ആയിട്ട് ദൈവസന്നിധിയിൽ ഗ്രഹിക്കാനായിട്ടൊക്കെ അവസരമുണ്ടായത്. ഇന്ന് രാത്രി അധ്യായം 2 കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന അധ്യായം കൂടെയാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ, അധ്യായത്തിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആദ്യമേ ഒന്ന് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാം. ആമേൻ. ഇതിലെ ആമേൻ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ടു അപ്രീഷിയേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് ബൈ ഫോളോയിങ് ജീസസ് എക്സാമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി. ഒന്നാമത്തെ ഇതിലെ ലക്ഷ്യം ഇതാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായി കാണുന്ന പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ഇതാണ്. ദൈവസഭയിൽ ദൈവമക്കൾ തമ്മിലുള്ള ഐക്യത, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ പ്രാധാന്യത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ വർദ്ധിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിന് യേശുവിലുള്ള വിനയത്തിന്റെയും താഴ്മയുടെയും മാതൃകയെ പിൻപറ്റിക്കൊണ്ട് അത് എങ്ങനെ ഐക്യത നമുക്ക് വളർത്തിയെടുക്കുവാനും അതിൽ നിലനിൽക്കാനും കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൽ വെളിച്ചങ്ങളായി പ്രകാശിക്കുക എന്നുള്ളതിൽ അടങ്ങിയിരിക്കുന്ന, അതിനാവശ്യമായത് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കുക. ലോകത്തിൽ കർത്താവിന്റെ വെളിച്ചങ്ങളായി പ്രകാശിക്കുന്നത് എങ്ങനെയാണ്, അതിലെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ അന്തർലീനമായിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ വർഷത്തെ എബനേസർ സിറ്റി ചർച്ചിന്റെ തീമും ഇതുമായി ചേർന്ന് നിൽക്കുന്നതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നല്ലോ. ഇനി ഈ അധ്യായത്തിന്റെ ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. ഈ അധ്യായത്തിൽ പ്രധാനമായി 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഐക്യതയ്ക്കായിട്ട് പ്രബോധിപ്പിക്കുന്നു. ദൈവജനത്തിന് ഐക്യതയുണ്ടാകാനായിട്ടുള്ള ആഹ്വാനം അവരുടെ ഇടയിൽ ഉണ്ടാകാനായിട്ട് പൗലോസ് നടത്തുന്നു. രണ്ടാമത്തേത് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം ലോകത്തിൽ ജ്യോതിസുകളായി പ്രകാശിക്കുക, വെളിച്ചങ്ങളായി പ്രകാശിക്കുക, അതിനു വേണ്ടിയുള്ള പ്രബോധനമാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേത് തിമോത്തിയോസിനെയും എപ്പഫ്രാദിത്തോസിനെയും മുൻനിർത്തിക്കൊണ്ടുള്ള ചില പദ്ധതികൾ പൗലോസ് അപ്പോസ്തലൻ അവരെ അറിയിക്കുന്നത് ആണ് മൂന്നാം ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ്. ഈ 3 ഭാഗങ്ങളായി നമുക്ക് ഈ ചാപ്റ്ററിനെ വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട് ഈ 3 ഭാഗങ്ങളായി അതിനെ തിരിച്ച് പഠനവിധേയമാക്കുവാനായിട്ട് കഴിയും. കൂടുതൽ ആഴമായിട്ട് വേണമെങ്കിൽ, എലാബറേറ്റ് ആയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ഔട്ട്ലൈൻ നമുക്ക് വേണമെങ്കിൽ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പഠിക്കാനായിട്ട് കഴിയും. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടന്ന് വാക്യപ്രതിവാക്യ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞതുപോലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം. അതിൽ 2-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ക്രിസ്തുവിൽ, 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇഫ് there is any, if there is any, if 4 പ്രാവശ്യം പറയുക. if there is any so and so in Christ Jesus. യേശു ക്രിസ്തുവിൽ ഇത് വല്ലതും ഉണ്ടെങ്കിൽ. ഈ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ളതിന് ആർക്കും സംശയമില്ല.
നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഇത് വല്ലതും ഉണ്ടെങ്കിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ കൺസലേഷൻ, പ്രബോധനം, ആശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഇത് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളിത് പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ഇതുണ്ടോ എന്ന ആശയത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ യേശുവിൽ ഇതുണ്ടെങ്കിൽ എന്ന് പൗലോസ് അപ്പോസ്തലൻ സംശയം പ്രകടിപ്പിക്കുന്നതല്ല. ക്രിസ്തുവിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൽ നിങ്ങൾക്കിതുണ്ടോ എന്നുള്ളതാണ് ആമേൻ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. നമുക്ക് അതിലേക്ക് കടന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇഫ് ദർ ഇസ് എനി കൺസലേഷൻ ഇൻ ക്രൈസ്റ്റ്. ആമേൻ ഇത് മലയാളത്തിൽ പ്രബോധനം ഉണ്ടെങ്കിൽ എന്നാണ്. ഇംഗ്ലീഷിൽ KJV എങ്ങനെയാ വായിക്കുന്നത്? ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസം അല്ലെങ്കിൽ ആമേൻ ആ പ്രബോധനം ആമേൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടെങ്കിൽ എന്ന ആശയത്തിലാണ്. ആമേൻ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാനായിട്ട് ആമേൻ ഉള്ളത്, ഈ അധ്യായത്തിന് തൊട്ട് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? പുറത്തു നിന്നുള്ള വെല്ലുവിളികളെ, പ്രത്യേകിച്ച് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പുറത്തു നിന്നുള്ള പ്രതികൂലങ്ങളിൽ തളരാതെ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് 1-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. പൗലോസിനുള്ള പോരാട്ടം, അതേ പോരാട്ടം, തടവറ, ഉപദ്രവം, അപമാനം, നിന്ന, അടി, അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഇവരും അനുഭവിക്കുന്നുണ്ട്. ഫിലിപ്പിയ സഭയിലുള്ള ദൈവമക്കൾ. അത് പുറത്തുനിന്നുള്ള പ്രതികൂലങ്ങളാണ്, സഭയ്ക്ക് പുറത്തു നിന്നുള്ള ആക്രമണങ്ങളാണ്. എന്നാൽ അതൊന്നും നിങ്ങളെ തളർത്തരുതെന്ന് പറഞ്ഞാണ്, അതിലൊന്നും നിങ്ങൾ പതറിപ്പോകരുത്, ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞാണ് 1-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. ഇപ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അകത്തു നിന്നുള്ള വെല്ലുവിളികൾ, ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സിനെ, ഏതെങ്കിലുമൊക്കെ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള അപസ്വരങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള വാഗ്വാദങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക, അതിനെ കൈകാര്യം ചെയ്യുക, അതിനെതിരായി നിലകൊള്ളുക, അതിനെ പരിഹരിക്കുക. അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ്, ഇന്റേണൽ കോൺഫ്ലിക്ട്സിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ കാര്യം. എപ്പോഴും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, സഭ എല്ലാ കാലഘട്ടത്തിലും ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പീഡകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ചെറിയൊരു കാലയളവ് അതിന് ഉപദ്രവങ്ങളോ പീഡകളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തൊരു സമയത്തിലൂടെ കടന്നുപോയാൽ തന്നെയും അതൊരു ചെറിയ കാലം മാത്രമായിരിക്കും. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയ അനുഭവങ്ങളെ കുറിച്ചൊക്കെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ബന്ധുക്കളിൽ നിന്ന്, സ്നേഹിതരിൽ നിന്ന്, നാട്ടിൽ നിന്ന്, അവർ ഉൾപ്പെട്ട് നിന്ന പശ്ചാത്തലത്തിൽ നിന്ന്, കൾച്ചറിൽ നിന്ന്, റിലീജിയനിൽ നിന്ന് ഒക്കെ ഉണ്ടായ ഉപദ്രവങ്ങൾ, ഒറ്റപ്പെടലുകൾ, പീഡകൾ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ കുറെ കാലം മുന്നോട്ട് പോകുമ്പോൾ സമൂഹം അതിനെ അറിഞ്ഞോ അറിയാതെയോ അംഗീകരിക്കുന്നു. വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു, സമൂഹത്തിൽ മാന്യതയുണ്ടാകുന്നു, ബഹുമാനമുണ്ടാകുന്നു. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഇങ്ങനെ പുറത്തുനിന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം ഇല്ലാതിരുന്നാൽ ശരിയാകത്തില്ല എന്ന് നമുക്ക് തന്നെ അകത്ത് തോന്നിയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അകത്തുണ്ടാക്കും. കാരണം നമുക്കിതില്ലാതെ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് കഠിന ശോധനകളൊക്കെ അതിജീവിച്ച് വന്നവരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഇല്ലാതിരുന്നാൽ, അത് പുറത്തുനിന്നില്ലെങ്കിൽ നമ്മൾ അകത്തുണ്ടാക്കും എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഇടയിൽ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. അത് നല്ലതല്ല. കാരണം ദൈവസഭ ഏതു കാലത്തും നമ്മൾ മനസ്സിലാക്കണം, അത് പുറത്തുനിന്നുള്ള പ്രതികൂലങ്ങളിൽ അല്പം പോലും തളർന്നു പോയിട്ടില്ല. ആ തിരിച്ചടികൾ അല്ലെങ്കിൽ സഭ ഉണ്ടായ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തമായ സാമ്രാജ്യമായിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ മുന്നിൽ പോലും സഭ മുട്ടുമടക്കിയിട്ടില്ല. കൈസറിനെ കർത്താവെന്ന് ഏറ്റുപറയണമെന്ന് പറഞ്ഞിട്ടൊന്നും സഭ അതൊന്നും ഗണ്യമാക്കിയില്ല. ആയിരങ്ങൾ അന്ന് രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടും സഭ വളർന്നതേയുള്ളൂ. ഒടുവിൽ ആ റോമാ സാമ്രാജ്യം തന്നെ ക്രൈസ്തവ ആ ചിന്തകളുടെ മുന്നിൽ മുട്ടുമടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ചരിത്രത്തിൽ.
അതിന് വഴിമാറിക്കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എപ്പോഴും സഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, സഭയുടെ നിലനിൽപ്പിന് ദോഷകരമായി തീർന്നിട്ടുള്ള വിഷയങ്ങൾ, അത് സഭയ്ക്കകത്തു നിന്നാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അത് ദുരുപദേശങ്ങളുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഭിന്നതയുടെ രൂപത്തിലാകാം, അതല്ലെങ്കിൽ ദൈവവചനത്തിൽ കാണുന്ന താഴ്മയും വിനയവും ധരിക്കാൻ കഴിയാത്തത് നിമിത്തമുള്ള വിഷയങ്ങളാകാം. അതുകൊണ്ട് ഇത് നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. യേശു പറഞ്ഞത് ഒരു പട്ടണമോ വീടോ, ഒരു ഈതർ സിറ്റി ഓർ എ ഹൗസ്, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ, if it disputes or if it is disunited or it is if there is conflict inside, അകത്ത് പ്രശ്നമുണ്ടായാൽ അതിന് പിന്നെ നിലനിൽപ്പില്ലെന്നാണ്, അത് തകർന്നു പോകുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ ആശയം അല്ലെങ്കിൽ ഈ ചിന്ത ലോകത്ത് പലയിടങ്ങളിലും വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളവരുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളിലൊക്കെ നടന്ന വിഷയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ആന്തരിക പ്രശ്നങ്ങൾ ആണ് അവിടുത്തെ അരക്ഷിതാവസ്ഥയ്ക്ക്, അരാഷ്ട്രീയത്തിന്, അസ്ഥിരതയ്ക്ക്, തകർച്ചയ്ക്ക്, ജനസമാധാനം നഷ്ടപ്പെടുന്നതിനൊക്കെ കാരണമായി തീർന്നത് അകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് പല ഐഡിയോളജീസ് അതിന്റെ പിന്നിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും, പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ എപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു ഭവനത്തിന്റെ, ഒരു സഭയുടെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കുന്നത്, ഇല്ലാതാക്കുന്നത്, അസ്ഥിരപ്പെടുത്തുന്നത് പുറത്തു നിന്നുള്ള വെല്ലുവിളികളെക്കാൾ കൂടുതലും അകത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ്, അകത്തുള്ള പ്രശ്നങ്ങളാണ്. ആമേൻ. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ പിശാച് കൊണ്ടുവരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മുളയിലെ നുള്ളിക്കളയാനും ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും ഒരുമിച്ച് നിൽക്കാനും ദൈവമക്കൾ തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള പ്രബോധനമാണ് ഈ അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇഫ് ദർ ഈസ് എനി എന്ന് പറയുമ്പോൾ, ഇഫ് ദ ഫിലിപ്പിയൻ ക്രിസ്ത്യൻസ് ഹാവ് റിസീവ്ഡ് the things he mentions, then they have a responsibility to do what he is about to describe. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ പറയുന്ന ആശ്വാസം, സ്നേഹത്തിന്റെ ആശ്വാസം, ആത്മാവിന്റെ കൂട്ടായ്മ, ആർദ്രത, മനസ്സലിവ്, ഇതൊക്കെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ, ക്രിസ്തുവിൽ നിങ്ങൾ പ്രാപിച്ചെങ്കിൽ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആമേൻ. നിങ്ങൾക്ക് അത് വെളിപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല, അത് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയത്തില്ല, നിങ്ങൾക്കതിനെ റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല, അതിന്റെ ഫ്രൂട്ട് പുറപ്പെടുവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. അതാണ് ഈ ദർ ഈസ് എനി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. നിങ്ങളിത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഈ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതാ ഉദ്ദേശിക്കുന്നത് ഇഫ് ദർ ഈസ് എനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് പറയുന്നത് ഇഫ് ദർ ഈസ് എനി കൺസലേഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും എന്നാണ് ഞാൻ പറഞ്ഞത്, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ ചേരുന്ന ആശയം ക്രിസ്തുവിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. എന്തെങ്കിലും ആശ്വാസം ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. ക്രിസ്തുവിൽ ആശ്വാസം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ആശ്വാസം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. യേശു ക്രിസ്തുവിലുള്ള ആശ്വാസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് നോക്കിയേ. യേശു ജനിച്ചപ്പോൾ ദൈവാലയത്തിൽ യാഗാർപ്പണത്തിനായിട്ട് യോസഫും മറിയയുമായി യേശുവിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ശിമിയോൻ പ്രവചിച്ച് പറയുകയാണ്, ഹി ഈസ് ദ കൺസലേഷൻ ഓഫ് ഇസ്രായേൽ. ലൂക്കോസ് സുവിശേഷം 2:25. ഇസ്രായേലിന്റെ ആശ്വാസമാണ് യേശു. അപ്പോ വാസ്തവത്തിൽ ആ ജനതയുടെ ആശ്വാസം എന്ന് പറയുന്നത് അവർ ഏറെക്കാലമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അവരുടെ സകലവിധ ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ കഴിയുന്ന, വീണ്ടെടുക്കാൻ കഴിയുന്ന, വിടുവിക്കാൻ കഴിയുന്ന, എല്ലാ വിധത്തിലും അവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന ഇസ്രായേലിന്റെ ആശ്വാസമാണ് ക്രിസ്തു എന്ന് ശിമിയോൻ കുട്ടിയെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ഇസ്രായേലിന്റെ ആശ്വാസമാണ്.
നാമത്രേ സാക്ഷാൽ ഇസ്രായേലിയർ എന്ന് പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമസഭയെ നോക്കി പറയുന്നുണ്ട്. വി ആർ ദ ട്രൂ ഇസ്രായേലൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയും ആശ്വാസമാണ് കർത്താവായ യേശുക്രിസ്തു. ഇനി 2 കൊരിന്ത്യർ 1:5 നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളിൽ യേശുവിന്റെ ആശ്വാസം പെരുകി വരുന്നു. ദൈവത്തിന്റെ ആശ്വാസം കഷ്ടതകളിൽ പെരുകി വരുന്നു. 2 Corinthians chapter 1 verse 5. That you were enriched in him, in everything by him, in all utterance and all knowledge, even as the testimony of Christ was confirmed in you, so that you came short in no gift, eagerly waiting for the revelation of our Lord Jesus Christ. I asked you to read 2 Corinthians, not 1 Corinthians. Praise the Lord. 2 കൊരിന്ത്യർ 1:5 വാക്യത്തിൽ സകല കഷ്ടങ്ങളിലും ഇരിക്കുന്നവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ കഷ്ടത്തിൽ അവന്റെ ആശ്വാസം ഞങ്ങളിൽ പെരുകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Have you got it? For as the sufferings of Christ abound in us, so our consolation also consolation of Christ abundant abounds through us, abounds in us, abounds through us. ആമേൻ. എപ്പോഴാ? ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ക്രിസ്തുവിന്റെ ആശ്വാസം അബൗണ്ട് ചെയ്യുകയാണ്, പെരുകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ ആശ്വാസം വല്ലതും ഉണ്ടോ? യെസ്, അവിടുന്ന് ഇസ്രായേലിന്റെ ആശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെയും ആശ്വാസമാണ്. ഇനി കഷ്ടങ്ങൾ വരുമ്പോഴോ, കഷ്ടങ്ങളിൽ ക്രിസ്തുവിന്റെ ആശ്വാസം നമ്മിൽ പെരുകുകയാണ്, അബൗണ്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. കഷ്ടതയിൽ കൈവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. കഷ്ടത വരുമ്പോൾ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല നീ ആരാധിക്കുന്ന, സേവിക്കുന്ന, നിന്നെ വിളിച്ച ദൈവം. അവൻ നിന്റെ കഷ്ടതയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. വചനം പറയുന്ന അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ്. ഒരമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് എത്ര കണ്ടു നിന്നാലും ആ കാഴ്ച കണ്ണിന് മതിയാവുകയില്ല, കുളിർമ നൽകുന്നതാണ്. മറ്റാരാശ്വസിപ്പിച്ചിട്ടും ആശ്വാസം പ്രാപിക്കാത്ത കുഞ്ഞു പോലും അമ്മയുടെ മടിത്തട്ടിൽ, അമ്മയുടെ മാറിൽ, അമ്മയുടെ നെഞ്ചിന്റെ ചൂടേറ്റ് ആശ്വാസത്തോടെ വിശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം അതിനോട് ഉപമിച്ച് പറയുകയാണ്, ജസ്റ്റ് ലൈക്ക് എ മദർ കംഫർട്ട്സ് യു, ഐ വിൽ കംഫർട്ട് യു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കും, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ. ആശ്വാസങ്ങളുടെ ദൈവമാണ് നമ്മുടെ കർത്താവ്. മാത്രമല്ല ഈ ആശ്വാസം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അത് കഷ്ടങ്ങളിൽ നമ്മിൽ അബൗണ്ട് ചെയ്യുന്നു, വർദ്ധിക്കുന്നു എന്നാണ്. അപ്പോ കഷ്ടത കൂടിയാൽ വിഷമിക്കണ്ട, കർത്താവിന്റെ ആശ്വാസവും അതിനോട് കൂടി വരുവാനിടയാകും. അതിന്റെ അർത്ഥം എന്താ? യേശു നമ്മുടെ കഷ്ടം അറിയുന്നു എന്നല്ലേ. കർത്താവ് നമ്മുടെ കഷ്ടം അറിയുന്നെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കഷ്ടത വർദ്ധിക്കുമ്പോൾ അത് കർത്താവ് അറിയാതെയല്ല, യേശു അനുവദിക്കാതെയല്ല. കഷ്ടതയുടെ പിന്നിലെ ദൈവിക ഉദ്ദേശ്യത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പെർസ്പെക്റ്റീവ് മാറണം, കാഴ്ചപ്പാട് മാറണം, മനസ്സിന്റെ ചിന്താഗതി മാറണം. എനിക്ക് മാത്രം എന്തിനാ ഈ കഷ്ടം, അല്ലെങ്കിൽ എന്തിനാ ഇത്ര കഠിന കഷ്ടം എനിക്ക്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, എന്ത് പാപം ചെയ്തിട്ടാ കഷ്ടത വരുന്നത്? പാപം ചെയ്തിട്ട് ആണ് എന്ന് മാത്രം ചിന്തിക്കരുത്. നമ്മുടെ കയ്യിലിരിപ്പ് മോശമാകുമ്പോൾ ചിലപ്പോൾ കഷ്ടതകൾ ഉണ്ടാകും. എന്നാൽ അത് മാത്രമല്ല, കഷ്ടത വലിയൊരു അനുഗ്രഹത്തിലേക്കുള്ള വഴികാട്ടിയാണ്. ഡോർ ടു ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കഷ്ടത നമ്മെ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകാൻ ഒരുക്കുന്നതാണ്. സഫറിംഗ് ഈസ് ദ സ്കൂൾ ഓഫ് പ്രിപ്പറേഷൻ ഫോർ ഗ്രേറ്റർ ബ്ലെസ്സിങ്സ്. ഹാമേ. അപ്പോൾ ദൈവം നമ്മെ കഷ്ടതകൾ അനുവദിക്കുന്നത് അവിടുന്ന് അറിയാതെയല്ല. നാം കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകുവാൻ, കൂടുതൽ മെച്ചുവർ ആകാൻ, നമ്മുടെ ക്യാരക്ടർ, സ്വഭാവം രൂപാന്തരപ്പെടുവാൻ, ക്രിസ്തുവിനെ പോലെ നമ്മുടെ സ്വഭാവം അനുരൂപമാകുവാൻ, അതിനൊക്കെയാണ് കഷ്ടത. കഷ്ടതയുടെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ് വേണ്ടത്. ദൈവം നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല കഷ്ടത, നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കഷ്ടം അനുവദിക്കുന്നത്. കാരണം ദൈവം നമുക്ക് വേണ്ടി വലിയവ കരുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ മടങ്ങി വരികയാണ്. അപ്പോൾ കഷ്ടതയിൽ ആശ്വാസം പെരുക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ക്രിസ്തുവിൽ ആശ്വാസമുണ്ടോ? യെസ്. നമ്മുടെ കഷ്ടങ്ങളിൽ അവന്റെ ആശ്വാസം പെരുകുന്നു. ഹല്ലേലൂയ. ആമേൻ. 2 തെസ്സലോനിക്കർ 2:16-17 വാക്യങ്ങൾ. 2 Thessalonians chapter 2 verses 16 and 17. ആമേൻ. യേശു നമ്മെ സ്നേഹിച്ചതിനാൽ നാം ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നു, അല്ലെ? അപ്പോൾ യേശു നമ്മെ ആശ്വസിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ സ്നേഹം നമ്മിൽ വെളിപ്പെട്ടത് കൊണ്ടാണ്. ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം നമ്മൾ പ്രാപിക്കുന്നത് യേശു നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ.
ആമേൻ. ഡോണ്ട് ഡൗട്ട് ഗോഡ്സ് ലവ്. എത്രത്തോളം എന്നെ സ്നേഹിച്ചു എന്നൊരാൾ ചോദിച്ചപ്പോൾ ദൈവം അയാൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന് എത്രത്തോളം ക്രൂശോളം സ്നേഹിച്ചു. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം തന്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ സ്നേഹിച്ചു. ക്രൂശിലെ തന്റെ ജീവൻ നൽകുവാൻ തക്കവണ്ണം, ക്രൂശിൽ തന്റെ ജീവൻ നൽകുവാൻ തക്കവണ്ണം യേശു നിന്നെ സ്നേഹിച്ചു. യേശു അതിനു മുമ്പ് പഠിപ്പിച്ചു, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. അപ്പോൾ ആ ഉദാത്തമായ, ശ്രേഷ്ഠമായ, ഉന്നതമായ, സമാനതകളില്ലാത്ത, യുണിക്കായിട്ടുള്ള ലവ് എവിടെയാണ് കാണുന്നത്? ഓൺ ദ ക്രോസ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, ജീവനെ തന്നപ്പോൾ, ഹി പ്രൂവ്ഡ് ദാറ്റ് ഹി ലവ്സ് അസ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലെന്ന് ഒരിക്കലും കരുതരുത്. മറ്റാർക്കും നമ്മോട് സ്നേഹം ഇല്ലെങ്കിലും, അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും സ്നേഹമുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിലും, ഇല്ലെന്ന് നമുക്ക് അഥവാ തോന്നിയാലും ഒരു വെറും തോന്നലാണ്. എങ്കിൽ പോലും ഞാൻ ഓർപ്പിക്കട്ടെ, പരിമളമായ, പവിത്രമായ, പരിശുദ്ധമായ സ്നേഹം ദൈവത്തിന്റെ സ്നേഹമാണ്. നിഷ്കളങ്കമായ സ്നേഹം, വിശുദ്ധമായ സ്നേഹം, പ്യുവർ ലവ്, ട്രൂ ലവ്, ഗ്രേറ്റ് ലവ്. ഹല്ലേലൂയ. ഗ്രേറ്റസ്റ്റ് ലവ് ഈസ് ഗോഡ്സ് ലവ്. അത് നമുക്കുണ്ട്. അതുകൊണ്ടാണ് തന്റെ പുത്രനെ തന്നത്, അല്ലെ? അതിനേക്കാൾ പരം, അതിലപ്പുറം ഇനി എന്താണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാനായിട്ടുള്ളത്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതിനാൽ ദൈവത്തിന്റെ ആശ്വാസം നമ്മിൽ പകരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇഫ് you understand that God loved you or Jesus loved you, it is sure he comforts you. His consolation is on you. അവന്റെ ആശ്വാസം നിന്റെ മേലുണ്ട്. ആമേൻ. അപ്പോ ആമേൻ, ക്രിസ്തുവിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, യെസ് ഉണ്ട്. That is the answer. If there is any consolation in Christ, yes, there is consolation in Christ. No doubt at all. Hallelujah. വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, സ്പർജന്റെ ഒരു കോട്ട് ഇങ്ങനെയാണ്: The Holy Spirit consoles, but Christ is the consolation. ആമേൻ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ ആശ്വാസം ആരാണ്? ക്രിസ്തുവാണ് ആശ്വാസം. ആമേൻ. If I may use the figure, the Holy Spirit is the physician, but Christ is the medicine. ആമേൻ. അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്, പക്ഷേ ആരെയാണ് ഉപയോഗിക്കുന്നത്? ആരാണ് ആശ്വാസം? യേശുവാണ് ആശ്വാസം. അത് മനസ്സിലാകാൻ അദ്ദേഹം പറയുന്ന ഉദാഹരണം എന്താണ്? പരിശുദ്ധാത്മാവിനെ ഒരു ഡോക്ടറായിട്ട് കാണുക. ആ ഡോക്ടർ നമ്മിൽ അപ്ലൈ ചെയ്യുന്ന മരുന്ന്, നമ്മിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനാൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസലേഷൻ എന്ന വാക്ക്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൺസലേഷൻ എന്ന വാക്ക് പുരാതന ഗ്രീക്ക് പദമായ പാരാക്ലീസിസ് ആണ്. പാരാക്ലീസിസ്. ആമേൻ. പാരാക്ലീറ്റോസ് നമുക്കറിയാം, അല്ലെ? പാരാക്ലീസിസ് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. പാരാക്ലീറ്റസ്, പരിശുദ്ധാത്മാവിനെ ആശ്വാസപ്രദൻ എന്ന് പറയുന്ന പാരാക്ലീസിസ് എന്ന പദമാണ്. അതൊരു പുരാതന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസലേഷൻ എന്ന പദത്തിന്, ആശ്വാസം എന്ന പദത്തിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. പുതിയ നിയമത്തിൽ ഈ വാക്ക്, പാരാക്ലീസസ് എന്ന ഈ വാക്കിന് കേവലം ഒരു സുഖം നൽകുന്ന സിമ്പതി, ഒരു ആർദ്രത, അല്ലെങ്കിൽ ഒരു അനുകമ്പ, മറ്റൊരാളുടെ വേദന കാണുമ്പോൾ, വിഷമം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുകമ്പ എന്നതിനും അപ്പുറമായ അർത്ഥമാണുള്ളത്. ഇറ്റ് ഈസ് the idea behind this word consolation in the New Testament is always more than soothing sympathy. It is the idea of strengthening, of helping, of making strong. അതുകൊണ്ട് ഈ വാക്കുകൊണ്ട്, പാരാക്ലീസസ് എന്ന വാക്കുകൊണ്ട്, ആശ്വസിപ്പിക്കുക എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശക്തിപ്പെടുത്തുക, സഹായിക്കുക, കൂടുതൽ ശക്തരാക്കുക. തളർന്നുപോയ ഒരാളെ, ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ ശക്തരാക്കുക. വെറുതെ ശക്തനാക്കുകയല്ല, അയാളെ സഹായിക്കുക. അപ്പോൾ യേശുവിന്റെ ആശ്വാസം നമുക്കുണ്ടായത് നമ്മെ തളർന്നു കിടന്നപ്പോൾ വെറുതെ ഒരു സിമ്പതി തോന്നിയതല്ല, ഒരു അനുകമ്പ തോന്നിയതല്ല. അതിലപ്പുറത്ത് ആ തളർന്ന അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തക്കവണ്ണം നമ്മെ ശക്തരാക്കിയതാണ് യേശുവിന്റെ ആശ്വാസം. ഇന്ന് ജീവിതത്തിൽ
ഏതെങ്കിലും വിഷയം നിങ്ങളെ തളർത്തുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, എൻ്റെ പ്രായം കഴിഞ്ഞുപോയി, എൻ്റെ സമയം കഴിഞ്ഞുപോയി, എൻ്റെ അവസരങ്ങൾ കഴിഞ്ഞുപോയി, ഇനി എനിക്കിവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു മടങ്ങിവരവ് ഇല്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? The Paracletus is here. Hallelujah. He is here to console you, not just show sympathy on you, but to strengthen you, help you, to give you a comeback, to give you a start over. Hallelujah. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്, നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിന് കഴിയും. അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് പുനരാരംഭിക്കാൻ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയൊരു സന്ദേശം ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവവചനം പഠിക്കുമ്പോൾ 3 പേരിൽ നിന്നാണ് മക്കളുണ്ടായത്. ഒന്ന് വാഗ്ദത്ത സന്തതി സാറായിൽ നിന്ന്, എന്നാൽ അതിനു മുൻപ് ദാസിയായ ഹാഗാറിൽ നിന്ന് സന്തതി ഉണ്ടായതിനെ കുറിച്ച് കാണാം. എന്നാൽ സാറായുടെ മരണശേഷം അബ്രഹാം മറ്റൊരു ഭാര്യയെ പരിഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ബൈബിളിൽ ചില 1-2 വാക്യങ്ങൾ മാത്രമേ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഖെതൂറ എന്ന ഒരു സ്ത്രീയെ പരിഗ്രഹിക്കുകയും ഭാര്യയായി എടുക്കുകയും അതിൽ 6 മക്കൾ ജനിക്കുകയും ചെയ്തതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമിൽ നിന്ന് രാജാക്കന്മാർ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഹാഗാറിൽ നിന്ന് ജനിച്ച 12 പ്രഭുക്കന്മാർ, 12 ഇസ്മായേലിൽ നിന്ന് ജനിച്ച 12 പേർ 12 പ്രഭുക്കന്മാരായിട്ട് മാറിയത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ കെതൂറയിൽ നിന്ന് ജനിച്ച മക്കൾ, അതിലൊരാളാണ് മിദ്യാന്യർ. മോശെ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ചെന്ന് പാർത്തത് ഈ മിദ്യാന്യരുടെ അടുക്കലാണ്. മോശയുടെ അമ്മായിയപ്പൻ ഒരു മിദ്യാന്യനായ ഇത്രോ ആയിരുന്നു. അദ്ദേഹം അബ്രഹാം നൽകിയ ആ കാഴ്ചപ്പാടിൽ ദൈവത്തെ ആരാധിക്കുന്ന ആളായതുകൊണ്ട് പുരോഹിതനായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മോശയ്ക്ക് ഈ 10 പേരെ വീതം 100 പേരെ വീതം ആക്കി അവരെ ഭാരം പകുത്തു കൊടുക്കാനായിട്ട്, ലീഡേഴ്സിനെ എഴുന്നേൽപ്പിക്കാനൊക്കെ ആലോചന പറഞ്ഞു കൊടുക്കുന്നത് ഇത്രോയായിരുന്നു. അത് കേവലം ഇത്രോയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമല്ല, ദൈവം കൊടുത്തൊരു വെളിപ്പാടാണ്. എവിടെ നിന്നാ വന്നത്? അബ്രഹാമിന്റെ മറ്റൊരു ഭാര്യയായ അല്ലെങ്കിൽ സാറായുടെ മരണശേഷം അബ്രഹാം പരിഗ്രഹിച്ച കെതൂറയിൽ നിന്ന് ജനിച്ച മക്കളുടെ സന്തതി പരമ്പരയിൽ പെട്ടതാണ്. അപ്പോൾ ദൈവം തന്റെ പദ്ധതി അതിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്. അബ്രഹാമിനെ സംബന്ധിച്ച് 100ാമത്തെ വയസ്സിൽ സന്തതി ജനിച്ചു, ഇസഹാക്ക്. പക്ഷെ അവിടം കൊണ്ട് അവസാനിച്ചില്ല. ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുമ്പോൾ, വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും തന്നിൽ നിന്ന് ആ ദൈവിക ജീവൻ വെളിപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തു നിന്ന് തിരിച്ചുവരവുകൾ നൽകാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ തകർന്നു തരിപ്പണമായി ഇനിയൊരു മടങ്ങി വരവില്ല, നോ, അങ്ങനെ പറയരുത്. ചിന്തിക്കുക, നമ്മുടെ ദൈവം പുതിയ തുടക്കങ്ങൾ തരാൻ കഴിയുന്ന ദൈവമാണ്. എല്ലാ ദിവസവും ഒരു പുതിയ പ്രഭാതം കർത്താവ് നമുക്ക് തരുന്നില്ലേ? എല്ലാ ദിവസവും പുതിയ സൂര്യപ്രകാശം നമ്മൾ കാണുന്നില്ലേ? ഓരോ സൂര്യൻ ഉദിച്ച് 8 സെക്കൻഡ് കഴിയുമ്പോഴാണ്, 8 മിനിറ്റ് കഴിയുമ്പോഴാണ് ഭൂമിയിൽ വെളിച്ചമെത്തുന്നത് എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. ഓരോ പ്രഭാതത്തിലും നമ്മൾ പുതിയ സൂര്യകിരണം പ്രാപിക്കുന്നില്ലേ? പുതിയ വെളിച്ചം കാണുന്നില്ലേ? ഓരോ ദിവസവും ദൈവം പുതിയ അനുഭവങ്ങൾ നമുക്ക് തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഓരോ വർഷവും പുതിയ ഹേമന്തവും ഗ്രീഷ്മവും ശരത്കാലവും വസന്തവും ഒക്കെ ദൈവം നമുക്ക് തരുന്നില്ലേ? സീസൺസ് ദൈവം നമുക്ക് തരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശ്വസ്തത വലിയത്. ദൈവം പുതിയ തുടക്കങ്ങൾ തരാൻ കഴിയുന്ന ദൈവം, നിർജീവ അവസ്ഥകളിൽ നിന്ന് തിരിച്ചു വരാൻ ശക്തീകരിക്കുന്ന ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നും അവസാനിച്ചിട്ടില്ല. പലതും അവസാനിച്ചെന്ന് തോന്നുന്നത് പുതിയ ചില തുടക്കങ്ങൾ ദൈവത്തിന് തരാൻ ഉള്ളത് കൊണ്ടാണ്. ദൈവിക പദ്ധതി പ്രകാരം പുതിയ ചില തുടക്കങ്ങൾ തരാൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കേവലം ആശ്വസിപ്പിക്കുക എന്നുള്ളത്, സിമ്പതി തോന്നുക എന്ന അർത്ഥത്തിലല്ല. സ്ട്രെങ്തനിങ്, ഹെൽപ്പിംഗ്, മേക്കിംഗ് സ്ട്രോങ് എന്നൊക്കെയുള്ള ആശയത്തിലാണ്. The idea behind this word is communicated by the Latin word for comfort, fortis, which also means brave. ലാറ്റിനിൽ ഈ വാക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതോ ഉപയോഗിച്ചിരിക്കുന്നതോ കംഫർട്ട്, ഫോർട്ടിസ് എന്ന പദമാണ്. അതിന്റെ അർത്ഥം ധൈര്യം എന്നാണ്, ബ്രേവ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. Hallelujah. The love of God in our life makes us strong and makes us brave. Of course, there is comfort of love. അടുത്ത വാക്യത്തിൽ അല്ലെങ്കിൽ അടുത്ത പദം
ക്രിസ്തുവിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഒരു ആശയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഫോർട്ടീസ്, നമ്മെ ധൈര്യശാലികളാക്കുന്നതാണ് ദൈവത്തിന്റെ ആശ്വാസം. പേടിച്ചു പോയിടത്ത്, തിരിഞ്ഞോടിയിടത്ത്, ഭീരുക്കളായിടത്ത് നോ, ദൈവം ആശ്വസിപ്പിച്ച് പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കംഫർട്ട് ഓഫ് ലവ്, അടുത്ത് പറയുന്നത്, ഇഫ് ദർ ഈസ് എനി കംഫർട്ട് ഓഫ് ലവ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വല്ല സ്നേഹത്തിന്റെ ആശ്വാസവും ഉണ്ടെങ്കിൽ. നമ്മൾ നേരത്തെ 2 Corinthians 1:5 വായിച്ചായിരുന്നു. 1:3 പറയുന്നത്, ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്, ദൈവം സകല ആശ്വാസങ്ങളുടെയും ദൈവമാണ്, സർവാശ്വാസങ്ങളുടെയും ദൈവമാണ്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. എല്ലാ ആശ്വാസവും ദൈവത്തിന് തരാനായിട്ട് കഴിയും. പല വിഷയങ്ങൾ വരുമ്പോൾ പല വിധത്തിലാണ് നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ചില വേളകളിൽ ഒരു എക്സോട്ടറായിട്ടായിരിക്കാം, ഒരു പ്രബോധകനായിട്ടായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ഒരു ടീച്ചറായിട്ടായിരിക്കാം ആശ്വസിപ്പിക്കുക. ചില സമയങ്ങളിൽ നമ്മുടെ ഒരു ഫാദറായിട്ട്, അല്ലെ, ഒരു അപ്പൻ ആശ്വസിപ്പിക്കാം. ചില സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ചില സമയത്ത് ബ്രദർലി ഓർ സിബിലിങ്ങിന്റെ ആശ്വാസം, അല്ലെ? നമുക്ക് ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള ആശ്വാസങ്ങൾ നമുക്ക് ഒരുക്കാറുണ്ട്. ഇതുപോലെ എല്ലാ ആശ്വാസങ്ങളുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. നിങ്ങൾ ഏത് പ്രശ്നത്തിലായിരിക്കുന്നത്, ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. രോഗമാണോ, ഹീസ് ദ ഹീലർ, പ്രൈസ് ദി ലോർഡ്. കടത്തിലാണോ, ഹീസ് ദ പ്രൊവൈഡർ, യഹോവ ജൈറേ, അവൻ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. വഴിതെറ്റിപ്പോയെന്ന് തോന്നുന്നു, ആമേൻ. നമുക്ക് നല്ല ഇടയനായ കർത്താവ്, ഹല്ലേലൂയ, അവിടുന്ന് നമ്മെ നല്ല വഴിക്ക് കൊണ്ടുവരുന്ന നല്ല ഇടയനായ കർത്താവാണ്. എന്നെ ആരും കാണുന്നില്ല, യഹോവ റോയ്, നമ്മെ കാണുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എൽയോൻ, അത്യുന്നതനായ ദൈവം, എൽ ഷദ്ദായ്, സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ സകല ആശ്വാസങ്ങളുടെയും ദൈവം തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. അവിടുന്ന് സർവ ആശ്വാസങ്ങളുടെയും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അടുത്ത് പറയുന്നതാണ് ഫെലോഷിപ്പ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. ഫെലോഷിപ്പ് ഓഫ് ദ സ്പിരിറ്റ്, ക്രിസ്തുവിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. ആത്മാവിന്റെ കൂട്ടായ്മയുണ്ടോ? നമുക്കുണ്ടോ? ഉണ്ടാകണം. ക്രിസ്തുവിനെ പ്രാപിച്ചെങ്കിൽ we should have for sure the fellowship of the spirit. Hallelujah. ഫെലോഷിപ്പ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് കൊയിനോനിയ എന്ന പദമാണ്. കൊയിനോനിയ, എല്ലാവരും ഒന്ന് പറയാമോ? കൊയിനോനിയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, വെരി ഗുഡ്. കൊയിനോനിയ, ആമേൻ. പറയാൻ രസമുള്ള ഒരു വാക്കാണ്, അല്ലേ? ആമേൻ. ചൈനക്കാരുടെ പല ഇതുപോലെ ഹുവാഹോ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ടോണാണ് കൊയിനോനിയ. പക്ഷെ ഗ്രീക്കാണ്. ആമേൻ. അതിന്റെ അർത്ഥം ഷെയറിങ് ഓഫ് തിങ്സ് ഇൻ കോമൺ, നമുക്കുള്ളതിനെ പൊതുവായി പങ്കിടുക. അതിനെയാണ് കൊയിനോനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മാവിന്റെ വല്ല ഷെയറിങ് ഓഫ് തിങ്സ് ഇൻ കോമൺ ഉണ്ടെങ്കിൽ, വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. ആമേൻ. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്? പല ഉദ്ദേശ്യങ്ങൾ അതിനകത്തുണ്ട്, അല്ലെ? ഒന്ന്, ഏറ്റവും പ്രധാനമായി നമ്മെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കാൻ വേണ്ടിയാണ്, കർത്താവിന്റെ വരവിനായി ഒരുക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ ഒരു ഉദ്ദേശ്യം. ഹല്ലേലൂയ. അതിനായി നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്, ആത്മാവിന്റെ അച്ചാരം കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ഉദ്ദേശ്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി ധരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലായിടത്തും, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. സുവിശേഷം അറിയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുക, അതിനായി നമ്മെ ഉപയോഗിക്കുക, ശക്തരാക്കുക. അത് മറ്റൊരു പ്രധാന ഉദ്ദേശ്യമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നൽകിയതിന്റെ മറ്റൊരു ഉദ്ദേശം എന്താണ്? എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കാനും. നീ ഒറ്റയ്ക്കല്ല, യു ആർ നോട്ട് ആൻ ഓർഫൺ, യു ആർ നോട്ട് അലോൺ, ഹി ഈസ് ഓൾവേസ് വിത്ത് യു. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ എപ്പോഴും ഉണ്ട്. നീ ഉറങ്ങുമ്പോഴും, ഉണർന്നിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, പഠനത്തിലായിരിക്കുമ്പോഴും, ജോലിയിലായിരിക്കുമ്പോഴും, എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും, എല്ലായിടത്തും പരിശുദ്ധാത്മാവ്, ഹി ഈസ് ദെയർ വിത്ത് യു ഓൾവേസ്, ടു ബി വിത്ത് യു ഓൾവേസ്. ഹി ഹാസ് ഗിവൻ ഹിസ് ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ തന്നത് എപ്പോഴും കൂടെ ഇരിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ആത്മാവിനെ നൽകിയതിന്റെ മറ്റൊരു ഉദ്ദേശ്യം മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി കൂടെയാണ്. കൃപാവരങ്ങൾ എന്തിനാണ്? പൊതുപ്രയോജനത്തിനാണ്. ഹല്ലേലൂയ. The gifts of the Holy Spirit for the equipments or for the prosper of others. മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയാണ്.
മറ്റുള്ളവരുടെ എഡിഫിക്കേഷന് വേണ്ടിയാണ്. ആമേൻ. ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് അതേഴ്സ് എന്താ തന്നിരിക്കുന്നത്? കൃപാവരങ്ങളെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന ഈ കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കാനാണ് പറയുന്നത്. മിനിസ്റ്റർ ഈച്ച് അതർ വിത്ത് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു. ഹല്ലേലൂയ. കൃപാവരങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രവചനവരം മാത്രമല്ല കൃപാവരം, രോഗശാന്തി വരം മാത്രമല്ല കൃപാവരം, വീര്യപ്രവൃത്തി മാത്രമല്ല കൃപാവരം, വിശ്വാസം മാത്രമല്ല കൃപാവരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, ആശ്വസിപ്പിക്കാനുള്ള വരം, കൈത്താങ്ങാനുള്ള വരം, കൊടുക്കാനുള്ള വരം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൃപാവരങ്ങളിൽ ദൈവം തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ആമേൻ, ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ ഈ ആത്മാവിനെ തന്ന ഈ കൃപാവരങ്ങൾ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. വൈ? ബിക്കോസ് ദർ ഇസ് ഫെലോഷിപ്പ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാവിന്റെ വല്ല കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ, ഉണ്ട്. നമുക്ക് ആത്മാവിന്റെ കൂട്ടായ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത് വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. Is it written like in English, affection and mercy? If any affection and mercy. Yeah. I mean, if you have any affection and mercy in Christ, ക്രിസ്തുവിൽ വല്ല അഫക്ഷനും ഉണ്ടെങ്കിൽ, വല്ല മേഴ്സിയും ഉണ്ടെങ്കിൽ. മലയാളത്തിൽ നല്ല മനോഹരമായ വാക്കുകളാണ്. ആർദ്രത, മനസ്സലിവ്. മേഴ്സിക്ക് കരുണ എന്നതിന് പകരം മനസ്സലിവ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അഫക്ഷന് ആർദ്രത എന്ന കമ്പാഷനേറ്റ് ലവ്, ആർദ്രത എന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദൈവ പൈതലും ദൈവത്തിൽ നിന്ന് ഇത് അനുഭവിക്കുന്നുണ്ട്. സംശയമുണ്ടോ? ദൈവത്തിന്റെ അഫെക്ഷൻ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചില്ലേ? ദൈവത്തിന്റെ ആമേൻ അഫെക്ഷൻ അല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം പറയുന്നത് അതിനെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, സോ ഇറ്റ് ഈസ് ലൈക്ക് ഇഫ് വാട്ടർ ഈസ് വെറ്റ്, ഇഫ് ഫയർ ഈസ് ഹോട്ട്, ഇഫ് റോക്സ് ആർ ഹാർഡ്. ആമേൻ. ഇതെല്ലാം ഫാക്റ്റ് അല്ലേ? ആമേൻ അല്ലേ? വെള്ളം നനയ്ക്കുന്നതല്ലേ, അല്ലെങ്കിൽ നനവുള്ളതല്ലേ? തീ ചൂടുള്ളതല്ലേ? പാറ കടുപ്പമുള്ളതല്ലേ? ഇതൊക്കെ സത്യമാണെങ്കിൽ ഇതുപോലെ സത്യമാണ് ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്കിതുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ പരമാർത്ഥമാണ്, സത്യമാണ്, ഉള്ളതാണ്. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാം വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. Fulfill my joy of being like-minded, having the same love, being of one accord, of one mind. Fulfill my joy. എന്റെ സന്തോഷം നിവൃത്തിയാക്കുവിൻ, പൂർണ്ണമാക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സന്തോഷം പൂർണ്ണമാക്കണം. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിന്റെ അർത്ഥപദം തന്നെ എന്താണ്? റിജോയ്സ്. ജോയ് ഓഫ് ദ ലോർഡ്, ജോയ് ഇൻ ദ ലോർഡ്, ജോയ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. റിജോയ്സ്. റിജോയ്സ് എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ കീ വേർഡ്. കീ വേർഡ്സ് ആണ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. ഹല്ലേലൂയ. അതാണ് കീ വേർഡ്സ്. അപ്പോ ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൽ സന്തോഷം ഇല്ലേ? ഉണ്ട്. യെസ്, there is joy he has in Christ. നമുക്കുണ്ടോ? ഉണ്ട്. കർത്താവിലെ സന്തോഷം നമുക്കുണ്ടോ? ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. യേശുവിൽ, ദൈവത്തിൽ നമുക്ക് ആ സന്തോഷം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. പൗലോസിന് ഓൾറെഡി ഈ സന്തോഷം ഉണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി, കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി, അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടി, അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി പറയുകയാണ്, എൻ്റെ സന്തോഷം വർദ്ധിക്കണമെങ്കിൽ, പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഐക്യതയുള്ളവരായി നിലനിൽക്കണം. ഹല്ലേലൂയ. If there is dispute among you, if there is disunity among you, amen, I cannot have full of joy. എനിക്ക് സന്തോഷത്തിന്റെ പൂർണ്ണത ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഐക്യതയുള്ളവരാണെങ്കിൽ ആമേൻ എന്തുണ്ടാകും? എനിക്ക് എൻ്റെ സന്തോഷം പൂർണ്ണമാകും. ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഹല്ലേലൂയ. ആമേൻ. ഫുൾഫിൽ മൈ ജോയ്. എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്?
by being like-minded, having the same love. Being of one accord, of one mind. ഹല്ലേലൂയ. എന്തൊക്കെ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എല്ലാത്തിൻ്റെയും ആകത്തുക ഒന്നാണ്, യൂണിറ്റി. അതാണ് ഇതിന്റെ മൊത്തം. ഇത്രയും പദങ്ങൾ ഉപയോഗിച്ച ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. എന്താണ്? ഐക്യത ഉണ്ടായിരിക്കണം, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ലൈക്ക് മൈൻഡഡ്, ഒരുപോലത്തെ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്തെന്താണ്? Having the same love. സെയിം ലവ്, ഏക സ്നേഹം. ഹല്ലേലൂയ. ഹാവിങ് ദ സെയിം ലവ്. പിന്നെ Being of one accord, of ഐകമത്യപ്പെട്ട്, ഐകമത്യപ്പെട്ട്. പിന്നെന്താ പറയുന്നത്? Of one mind. ഏകഭാവം, വൺ മൈൻഡ്, ഏകഭാവം. 4 വാക്കുകളും ഉപയോഗിക്കുമ്പോൾ ഒറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ. ഇത്രയും പറയുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഒറ്റ ലക്ഷ്യമാണ്. ആമേൻ. ലൈക്ക് മൈൻഡഡ് ആയിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഐക്യത ഉള്ളവരായിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ ഐക്യതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാവരും ആരായിരിക്കും? ഐക്യതയിൽ ആമേൻ നിലകൊള്ളും. നമുക്ക് ഐക്യതയിൽ ആമേൻ ദൈവസഭ ഒരു മനസ്സോടെ, ഒരു ഭാവമുള്ളവരായി, ഒരേ ചിന്താഗതിയുള്ളവരായി, ഒരേ ആത്മാവിൽ നിലകൊള്ളുന്നവരായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് സ്തോത്രം. ആമേൻ. ആ ഭാഗത്തെ ഒന്നുകൂടെ ഒന്ന് ആമേൻ തിരുവെഴുത്ത് 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. Not through selfish ambition or conceit, but in love, lowliness of mind, let each other esteem others better than himself. Let nothing be done through selfish ambition. നോക്കൂ, സ്വാർത്ഥതയോടെ ഒന്നും ചെയ്യരുത്, സ്വാർത്ഥ ആഗ്രഹത്തോടെ ഒന്നും ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം. മലയാളത്തിൽ നമുക്ക് ശാഠ്യത്താലോ ദുരഭിമാനത്തിലോ ഒന്നും ചെയ്യാതെ എന്നാ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സിമ്പിളാണ്. ഇംഗ്ലീഷിൽ ലെറ്റ് നത്തിങ് ബി ഡൺ ത്രൂ സെൽഫിഷ് ആംബിഷൻ. നമ്മൾ ചെയ്യുന്നതിലൊന്നും നമുക്ക് എന്തുണ്ടാകരുത്? സ്വാർത്ഥത ഉണ്ടാകരുത്. ഹല്ലേലൂയ. സ്വാർത്ഥ തൽപരരായി ചെയ്യരുത്. എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. അതുണ്ടാകുന്നിടത്ത് വലിയ പ്രശ്നം ഉണ്ടാകും. ഹല്ലേലൂയ. എൻ്റെ കാര്യം. ഏകാഗിയായി നടക്കുന്നവൻ സ്വാർത്ഥത അന്വേഷിക്കുന്ന എന്ന സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ഒറ്റയ്ക്ക് നടക്കുകയാണ്, വേറെ ആരുമായിട്ടും കൂട്ടുകൂടത്തില്ല, വേറെ ആരുമായിട്ടും ചേരത്തില്ല, എല്ലാറ്റിലും ഒരു വ്യത്യസ്ത അഭിപ്രായം പുള്ളിക്കുണ്ടാകും. ആമേൻ. അത് പാടില്ലെന്നാണ് പറഞ്ഞതിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് നത്തിങ് ബി ഡൺ ത്രൂ സെൽഫിഷ് ആംബിഷൻ. ഹല്ലേലൂയ. ആമേൻ. ഐക്യതയിലേക്കുള്ള 1-ാമത്തെ സ്റ്റെപ്പാണ് സ്വാർത്ഥത വെടിയുക എന്നുള്ളത്. ആമേൻ. ഞാൻ പറയുന്നില്ല, സ്വാർത്ഥന്മാർക്ക് മറ്റുള്ളവരുമായി സഹകരിക്കാൻ പറ്റത്തില്ല. അവരെപ്പോഴും സ്വന്തം സുഖം, സ്വന്തം വളർച്ച, സ്വന്തം ഉയർച്ച അത് മാത്രമേ നോക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവർക്ക് ഐക്യതയുള്ളവരായിരിക്കാൻ, മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനായിട്ട് കഴിയുകയില്ല. ആമേൻ. നമ്മുടെ ജഡത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും ആമേൻ, ഇൻ ദ ഫ്ലഷ് വി ആർ ഓഫൻ മോട്ടിവേറ്റഡ് ബൈ സെൽഫിഷ് ആംബിഷൻ ഓർ കോൺസീറ്റ്. ആമേൻ. പലപ്പോഴും അങ്ങനെ നമ്മൾ അതിനാൽ ഡ്രൈവ് ചെയ്യപ്പെടാറുണ്ട്, അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഹല്ലേലൂയ. Much of what we do is not done out of love for others, but out of our own desire for advancement or promotion, self ambition. ഇതാണ് സെൽഫ് അംബിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിന്റെ പലതിൻ്റെയും ലക്ഷ്യം എന്താണ്? മറ്റുള്ളവരോടുള്ള സ്നേഹമല്ല, പിന്നെയോ നമ്മുടെ പേര് ഉയരണം, നമ്മൾ പ്രസിദ്ധരാകണം, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അഭിവൃദ്ധി മാത്രം ലക്ഷ്യമിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിനെയാണ് സെൽഫിഷ് ആംബിഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളൊരിക്കലും അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും മറ്റുള്ളവരുടെ ആമേൻ ഗുണത്തിന് വേണ്ടി സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നവർ ആകണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സ്നേഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണം നമുക്കും ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. ആമേൻ. പക്ഷേ അത് ആമേൻ ഒരിക്കലും നമ്മുടെ മാത്രം അഭിവൃദ്ധിയും വളർച്ചയും ലക്ഷ്യമിട്ട് ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്.
അതിനകത്തെ പോസിറ്റീവ് സൈഡ് എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് കുറേ ഏക്കർ സ്ഥലം മേടിച്ചു, മേ ബി എ ഹെക്ടർ ലാൻഡ് മേടിച്ചു. അവിടെ അദ്ദേഹം അന്ന് ലഭ്യമായിരുന്ന ഏറ്റവും നല്ല ഗോതമ്പ്, ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ട ഗോതമ്പ് അദ്ദേഹം കൊണ്ട് വിതച്ച് അത് വളർത്താനായിട്ട്, ഗോതമ്പ് പാടം, ഐ മീൻ വീറ്റ് ഫീൽഡ്, അതിനു വേണ്ടി അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്തു. അപ്പോൾ ആ പ്രദേശത്ത് മുഴുവനും ഗോതമ്പ് കർഷകരാണ്, ചുറ്റുപാടും എല്ലാം ഗോതമ്പ് കർഷകരാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം, ഇദ്ദേഹം സമ്പന്നനാണ്, വലിയ ധനവാനാണ്. അദ്ദേഹം ഒരു ദിവസം ആ നാട്ടിൽ എല്ലാവരെയും, അവിടെയുള്ള ഗ്രാമസഭ വിളിക്കുന്നത് പോലെ അവിടെയുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി, കൃഷിക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാനിവിടെ ഇത്ര ഹെക്ടർ സ്ഥലം എടുത്തിരിക്കുകയാണ്, കൃഷിക്ക് വേണ്ടി, ഗോതമ്പ് കൃഷിക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ്. ഞാൻ വിതയ്ക്കുന്ന ഈ വിത്ത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയേക്കാൾ 500 മടങ്ങ്, 500 to 1000 ടൈംസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതാണ്. റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള അത്രയും നല്ല, ഏറ്റവും ഇപ്പോഴത്തെ മ്യൂട്ടേഷനൊക്കെ ചെയ്തു, അങ്ങനെ വലിയ ഫലം ഉണ്ടാക്കുന്ന ഗോതമ്പ് ആണ്. ഞാനിവിടെ വരുമ്പോൾ നിങ്ങളുടെ സ്നേഹവും കരുതലും സഹകരണവും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിട്ടല്ല. നിങ്ങളും എനിക്കും അഭിവൃദ്ധി ഉണ്ടാകണം, നിങ്ങൾക്കും നിങ്ങളുടെ കൃഷിയിൽ പതിറ്റാണ്ടുകളായി, ഫോർ മെനി ഡീക്കേഡ്സ് യു ആർ ഡൂയിങ് ദ സെയിം കൾട്ടിവേഷൻ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ദരിദ്രരാണ്. എന്നാൽ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം, നിങ്ങൾക്കും ഒരു നന്മയുണ്ടാകണം, നിങ്ങളും അഭിവൃദ്ധി പറയണം, നിങ്ങൾക്ക് നല്ല വീടുകൾ ഉണ്ടാകണം, നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ സഹകരിക്കണം. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ സഹകരിക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് ഇത്രയും വില കൂടിയ വിത്ത് മേടിക്കാനോ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനോ ഉള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ട്രാക്ടർ ഞാൻ വിട്ടുതരാം, അത് ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കും. അപ്പോൾ നിങ്ങളുടെ ജോലിഭാരം കുറയും. അതുപോലെ ഞാനിവിടെ ഒരു റിസർവോറിൽ നിന്ന് കനാലുണ്ടാക്കി ഇവിടേക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ട്, ചാനൽ. അതിൽ നിന്ന് നിങ്ങൾക്ക് ജലസേചനത്തിന് വേണ്ടി ഞാൻ തന്നെ പമ്പ് സെറ്റും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു തരാം. എല്ലാം എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ ചെയ്തു തരാം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, മാത്രമല്ല ഈ വിത്തും ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പരിപാലിക്കേണ്ട വിധങ്ങളൊക്കെ അതാത് സമയങ്ങൾ ചെയ്ത് നിങ്ങളുടെ പാടങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുക, അതാത് സമയത്ത് ജലസേചനം നടത്തുക, അതിന് വേണ്ട രീതിയിൽ പരിപാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ആവശ്യമായ ഗൈഡ് ലൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു. ആ ഗ്രാമക്കാർക്ക് അത് വലിയ സന്തോഷമായി. അദ്ദേഹം അവിടെ ആ പ്രദേശത്ത് വലിയ വിളവെടുത്തു. അവിടെ പിന്നീട് പിൽക്കാലത്ത് അവിടെയുള്ള എല്ലാ കർഷകരും അവരെല്ലാം ജീവിതത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഞെരുക്കങ്ങളും മാറി അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങളുണ്ടായി, എല്ലാവരും അഭിവൃദ്ധി പ്രാപിച്ചു. അപ്പൊ അദ്ദേഹത്തെ ഒരു തവണ ഇതെല്ലാം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ഈ സേവനത്തിന് അദ്ദേഹത്തിനെ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് റെസ്പെക്ട് ചെയ്യാൻ, ഓണർ ചെയ്യാനായിട്ട് തീരുമാനിച്ച് അതിനുവേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചപ്പോഴേക്കും അദ്ദേഹം ആ സദസ്സിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുമ്പോൾ, മറ്റ് ആരും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് പ്രയോജനമാണ്? നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണല്ലോ, നിങ്ങൾക്ക് ഈ മറ്റുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവരുടെ സ്ഥിതികൾക്ക് മാറ്റം ഉണ്ടാകാൻ തീർച്ചയായിട്ടും എനിക്ക് അവരുടെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷെ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഈ നാട്ടുകാർ, ഞാനൊരു പുറത്തു നിന്നുള്ള ഒരാളാണ്, ഇവരെല്ലാവരും കൂടെ കൊടിയും പിടിച്ചാലും വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കൃഷിയൊന്നും നടക്കത്തില്ല. അപ്പോ അത് അവര് കൂടെ സഹകരിച്ചെങ്കിൽ അവരുടെയും പിന്തുണ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിലുപരി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഈ വിത്ത് ഞാൻ വിതയ്ക്കുമ്പോൾ അതിന് ശരിക്കുമുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ, ശരിക്കും അത് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പരിസരങ്ങൾ ചുറ്റുപാടുമെല്ലാം ഇതേ ഇനത്തിലുള്ള ഗോതമ്പ് വിത്തുകളും ഗോതമ്പുമായി ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള
ചുറ്റുപാടുമുള്ളത് ഹെൽത്തി അല്ലാത്ത അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അല്ലാത്ത പഴയ പരമ്പരാഗത വിത്തുകളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഈ വിത്തുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അത് തന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്, നശിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ പാടങ്ങളിലും ഇതേ വിത്ത് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും അതുകൊണ്ടാണ് എനിക്കും ലാഭവും നേട്ടവും ഉണ്ടായത്, എൻ്റെ കൃഷിയും വിജയിച്ചത് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ആമേൻ. അദ്ദേഹത്തിന്റെ അതിനകത്ത് തനിക്ക് വളർച്ച ഉണ്ടാകണമെന്നുള്ള സെൽഫിഷ്നെസ് അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. പക്ഷേ ഇത് തന്നെ ശരിക്കും മറ്റു വിധത്തിൽ അല്ലെങ്കിൽ തികച്ചും ഒരു ജനതയെ സ്നേഹിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നതെങ്കിൽ, ആമേൻ, അദ്ദേഹം ഇതെല്ലാം സൗജന്യമായി കൊടുത്തു. പക്ഷെ അതിൻ്റെ എല്ലാം ഉള്ളിൽ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇവരുടെ നന്മ അല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇവരുടെ പാടങ്ങളിലും ഇതേ വിത്ത് ഇറക്കുന്നതിലൂടെ തൻ്റെ കൃഷിക്ക് ദോഷം വരില്ല, തൻ്റെ കൃഷിയും ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതിനകത്തൊരു സെൽഫിഷ്നെസ് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്ത് അല്പം പോലും സെൽഫിഷ്നെസ് ഇല്ലാതെ ചെയ്താൽ, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവം ഇഷ്ടപ്പെടുന്നതാണ്, ദൈവം ആവശ്യപ്പെടുന്നതാണ്, ദൈവസഭയിൽ ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ പണ്ട് മിഷണറിമാർ വന്ന് പ്രവർത്തിച്ചത്, നമ്മൾ യേശുവിനെ അറിഞ്ഞ് അവർ പിന്നെ വിദ്യാഭ്യാസ രീതിക്കൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി നല്ല മോഡേൺ എഡ്യൂക്കേഷനും മോഡേൺ ലിവിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഗുണമുണ്ടാകും എന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത് കൊണ്ടല്ല, അവര് അല്പം പോലും സെൽഫിഷ് അല്ലാതെ, ആമേൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് അവരുടെ സ്വന്തം നാടും ജീവിത സൗകര്യങ്ങളും ഒക്കെ വെടിഞ്ഞ്, ഹല്ലേലൂയ, നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മയും ഇതുപോലെ നിർബന്ധിക്കുകയാണ്. വിതൗട്ട് എനി സെൽഫിഷ്നെസ് ഷാൽ വി സ്റ്റാൻഡ് ഫോർ ഗാഡ്, ഷാൽ വി വർക്ക് ഫോർ ഗാഡ്, ഷാൽ വി സെർവ് അതേഴ്സ് ഇൻ ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളത് ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ, അത് ആമേൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ സായാഹ്നം ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ബാക്കി കർത്താവിന് വരുന്ന hopefully next Friday also we'll have the Bible study in same time. ആമേൻ. നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കേട്ട വചനങ്ങൾക്കെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. സാം ബ്രദർ ചുരുക്കമായിട്ട് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയുടെ നല്ല സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന പിതാവേ, കേട്ട വചനം പിതാവേ അപ്പ ഞങ്ങളുള്ളിൽ സംഗ്രഹിച്ച് അതുവഴി ദൈവമേ നടക്കുവാൻ, അത് ശീലിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ സ്തോത്രം. ദൈവമേ അപ്പ ഞങ്ങളെ അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. വചനത്തിന് സംസാരിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങേ ഇതെല്ലാം ദൈവമേ ഉപകാരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പിതാവെ അനവധി ദൈവമേ മുൻപിലുണ്ടെങ്കിലും കർത്താവെ ഞങ്ങളെ പിതാവെ അപ്പ ഹല്ലേലൂയ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നിത്യവും തന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ആ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, ദൈവമേ അപ്പ മറ്റുള്ളവരെ ശ്രേഷ്ഠം നന്ദി പിതാവെ ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങ് തന്നാട്ടെ കർത്താവെ. അതിനായി ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവേ, മറ്റുള്ളവരുടെ നന്മയെ കൂടെ വാഞ്ചിച്ച് പിതാവേ അപ്പ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് പിതാവേ സ്തോത്രം. ഒരു മനസ്സോടെ പിതാവെ അങ്ങ് ആരാധിക്കുവാനും ദൈവമേ സ്തോത്രങ്ങളിൽ നിന്ന് വലുത് പ്രാപിക്കുവാനും ഒക്കെ ഞങ്ങളെ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ദൈവമേ അപ്പ രോഗത്താൽ ഭാരപ്പെടുന്നവരെ ദൈവമേ ഓർക്കുന്നു. ദൈവമേ ഞങ്ങളുടെ വചനം വഹിച്ച് ദൈവമേ സൗഖ്യവും ആരോഗ്യവും ബലവും ദൈവമേ കൊടുത്താട്ട് കർത്താവേ സ്തോത്രം. ദൈവമേ ഈ ദൈവമേ അപ്പ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവം സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കേൾക്കുന്ന എല്ലാവരും ദൈവമേ സ്തോത്രം അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയത്തിന്മേൽ പിതാവേ ഒരു മറുപടി അയച്ച് ദൈവമേ അപ്പ മാനിക്കുമാറാണമേ. ദൈവമേ ഞങ്ങളുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് പിതാവേ സ്തോത്രം. ഞങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ശ്രദ്ധയോടെ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവേ, അതിനെല്ലാം അങ്ങ് മറുപടി ദൈവമേ തന്നുകൊണ്ടിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ പിതാവേ ദൈവമേ ഞങ്ങളെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. ദൈവമേ പ്രാർത്ഥനയും യാചനയും കേട്ടതായ സ്തോത്രം.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.